രക്തരക്ഷസുകൾ ഇവയെ പറ്റിയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മനുഷ്യരക്തം കുടിച്ച് സ്വന്തം ജീവൻ നിലനിർത്തുന്ന ഈ പുരാണ ജീവികളെ കുറിച്ചുള്ള കഥകൾ വായിക്കാനും കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ കഥകൾക്കുമപ്പുറം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നതായി കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമായി തോന്നും. മനുഷ്യനായി മരിച്ച് രക്തം കുടിക്കുന്ന രക്തരക്ഷസായി മാറിയ ഒരു മനുഷ്യനെ പറ്റി ക്രിയേഷൻ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആരാണെന്നല്ലേ? അയാളെ കുറിച്ച് അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റർ. ജുറേ ഗ്രാൻഡ് അലിലോവിച്ച്, അതായിരുന്നു ആ മനുഷ്യന്റെ പേര്. ഡിഞ്ചേരിക്കടുത്തുള്ള ഇസ്ട്രിയൻ ഉപദ്വീപിന്റെ ഉൾഭാഗത്തുള്ള ക്രിങ്ക എന്ന മനോഹരമായ ചെറുപട്ടണത്തിലായിരുന്നു അയാളുടെ താമസം. കൂടെ അയാളുടെ ഭാര്യ ഇവാനയും മക്കളായ ആനയും നിക്കോളയും ഉണ്ടായിരുന്നു. ജിറോ ഒരു കൽപ്പണിക്കാരനായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ടു പോകുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു അവരുടേത്. അങ്ങനെയിരിക്കെ 1656 പെട്ടെന്നൊരു ദിവസം ജുറേ അസുഖബാധിതനായി. വൈദ്യശാസ്ത്രമൊന്നും പുരോഗമിക്കാത്ത കാലഘട്ടമായതിനാൽ അയാൾക്ക് ആവശ്യമായ ചികിത്സ കിട്ടാതെ പോയി. തുടർന്ന് രോഗം മൂർച്ഛിക്കുകയും ജുറ മരണപ്പെടുകയും ചെയ്തു. ജുറയുടെ സംസ്കാര ചടങ്ങുകൾ ഗ്രാമപുരോഹിതനായ ഫാദർ ജോർജിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രാദേശിക സെമിത്തേരിയിൽ നടന്നു. അന്നത്തെ കാലത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ചെന്ന് ഉറപ്പുവരുത്താനും അയാൾ പിന്നീടൊരിക്കലും പ്രേതാത്മാവായി പുറത്തു വരാതിരിക്കാനും മരണപ്പെട്ട ആളുടെ നാവിൽ നഖം കൊണ്ടൊരു മുറിവുണ്ടാക്കണമെന്നൊരു പ്രാദേശിക ആചാരമുണ്ടായിരുന്നു. പക്ഷെ ജുറയുടെ ചടങ്ങിൽ ആ ആചാരം ചെയ്യാൻ അവർ മറന്നുപോയി. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് പല രാത്രികൾ കടന്നുപോയി. അങ്ങനെ ഒരു രാത്രിയിൽ ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാർ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ചകലെ ഒരു വിചിത്ര രൂപം അവരുടെ നേരെ നടന്നു വരുന്നത് കണ്ടു. അവർ മറഞ്ഞു നിന്നു. ചന്ദ്രന്റെ നിലാവെളിച്ചത്തിൽ ആ രൂപം കണ്ടവർ ഭയന്നുപോയി. കാരണം അത് മരിച്ചുപോയ ജുറയുടെ രൂപമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന്റെ മുഖം വല്ലാതെ മാറിയിരുന്നു. വിളറി വെളുത്ത മുഖത്ത് ജീവസറ്റ 2 കണ്ണുകൾ, കൂടാതെ വല്ലാത്തൊരു പൈശാചികമായ ചിരിയും. അവന്റെ ഒരു തോളിൽ ചത്ത ഒരാടിന്റെ ശരീരവും മറുതോളിൽ ചത്ത ഒരു പൂച്ചയും ഉണ്ടായിരുന്നു. അവന്റെ ഈ രൂപം കണ്ട് ഭയന്ന് ഗ്രാമവാസികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അന്നു മുതൽ അവന്റെ ഭീതി ഗ്രാമത്തെ കീഴടക്കാൻ തുടങ്ങി. അവനെ ഭയന്ന് ഗ്രാമത്തിലെ ജനങ്ങൾ രാത്രികാലങ്ങളിൽ വീടിന് പുറത്തിറങ്ങാതെയായി. രാത്രിയാകുമ്പോൾ അവന്റെ പ്രേതരൂപം ഓരോ വീടിന്റെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കുമായിരുന്നു. എന്നാൽ ഭയത്താൽ ആരും കതകു തുറക്കില്ലായിരുന്നു. കുറെ ദിവസം കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരാൾ മരണപ്പെടുമായിരുന്നു. ഈ ദുർനിമിത്തം അവിടുത്തെ സ്ഥിര സംഭവങ്ങളായി മാറി. ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി. മരണഭയം എല്ലാവരെയും വേട്ടയാടാൻ തുടങ്ങി. ജുറയുടെ പ്രേതരൂപം നിത്യവും അയാളുടെ ഭാര്യ ഇവാനയെ കാണാൻ പോകുമായിരുന്നു. എന്നാൽ ഇവാന അയാളുടെ സാമീപ്യത്തെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി ജുറയുടെ മക്കൾ ആ നാട്ടിൽ നിന്ന് പോകാൻ തയ്യാറായി. ഇവാനയെയും കൂടെ വരാൻ അവർ നിർബന്ധിച്ചെങ്കിലും ആ ഗ്രാമം വിട്ടുപോകാൻ അവൾ തയ്യാറായില്ല. എന്നാൽ കുട്ടികൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യമുണ്ടായില്ല. അവർ മനസ്സില്ലാ മനസ്സോടെ തങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് 500 കിലോമീറ്റർ അകലെയുള്ള ഇറ്റലിയിലേക്ക് പോയി. ഗ്രാമത്തിലെ ജനങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഗ്രാമത്തിലൂടെ നടന്നു പോവുകയായിരുന്ന ഗ്രാമപുരോഹിതനായ ജോർജിയോ ജുറയുടെ പ്രേതരൂപത്തെ കാണാനിടയായി. ഫാദറിനെ കണ്ടയുടനെ അയാൾ അദ്ദേഹത്തെ ആക്രമിക്കാനായി മുന്നോട്ട് വന്നു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഫാദർ ആദ്യമൊന്ന് പകച്ചെങ്കിലും ഉടനെ തന്നെ തന്റെ കയ്യിലിരുന്ന കുരിശ് അവന്റെ നേരെ വീശിക്കൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളെ ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് പോകാൻ ശക്തമായ രീതിയിൽ ആക്രോശിച്ചു. പെട്ടെന്ന് അവൻ ഭയത്തോടെ പിറകോട്ട് മാറി അവിടെ നിന്ന് നേരെ ശ്മശാനത്തിലേക്ക് പോയി മറയുകയും ചെയ്തു. 16 വർഷത്തോളം ജുറോ ഗ്രാൻഡിയുടെ പ്രേതം ആ ഗ്രാമത്തിൽ തന്റെ ഭീതിയാൽ വേട്ടയാടി. ഒടുവിൽ ജനങ്ങൾ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഒത്തുചേർന്നു. 1672 ഗ്രാമത്തിന്റെ മേയറായ മിഹറോ റഡിക്റ്റിന്റെ നേതൃത്വത്തിൽ ജുറോ എന്ന രക്തരക്ഷസിനെ വേട്ടയാടാനും അവന്റെ ഭീതി നിറഞ്ഞ ഭരണം അവസാനിപ്പിക്കാനും യുവാക്കളുടെ ഒരു സംഘം രൂപീകരിച്ചു. അവനെ വകവരുത്താനായി ഒരു ദിവസം അവർ സെമിത്തേരിയിലേക്ക് യാത്ര തിരിച്ചു. ആ കൂട്ടത്തിൽ ഫാദറും മേയറും ഉണ്ടായിരുന്നു. അവർ അവന്റെ ശവക്കല്ലറുടെ അടുത്തെത്തിയപ്പോൾ അവിടുത്തെ മണ്ണാകെ ഇളകി മറിഞ്ഞിരിക്കുന്നത് കണ്ടു. അവർ അവന്റെ ശവപ്പെട്ടി പുറത്തെടുത്തു. ആ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരെല്ലാം ഞെട്ടിച്ചു കളഞ്ഞു. മരിച്ചിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവന്റെ മൃതദേഹം ഒരു കേട് സംഭവിക്കാതെ ജീവൻ തുടിക്കുന്നത് പോലെ കിടക്കുന്നു. ഇത് കണ്ട സംഘത്തിലെ ചിലർ ഇതൊക്കെ രക്തരക്ഷസിന്റെ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. എന്നാൽ കുറെ ദൂരം ചെന്നിട്ട് ഓടിയതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ലല്ലോ എന്ന് കരുതി തിരികെ വന്നു. അവനെ നശിപ്പിക്കുന്നതിന്റെ ആദ്യ പടിയായി അവർ കുരിശു രൂപമെടുത്ത് യേശുവിന്റെ നാമത്തിൽ അവനോട് അവിടെ നിന്ന് പോകാൻ ശക്തമായ രീതിയിൽ പറഞ്ഞെങ്കിലും അതിനൊരു ഫലവും ഉണ്ടായില്ല. തുടർന്ന് അടുത്ത പടിയായി ഒരു മരക്കുറ്റി അവന്റെ നെഞ്ചിൽ കുത്തിയിറക്കാൻ ഒരു ശ്രമം നടത്തി.
പക്ഷെ എത്ര ശ്രമിച്ചിട്ടും മരക്കുറ്റി അവന്റെ ഹൃദയത്തിൽ കുത്തിയിറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ശ്രമവും പാഴായി. എന്നാലും അവർ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല. ഇനി എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു നിൽക്കെ സംഘത്തിലുണ്ടായിരുന്ന സ്റ്റീഫൻ മിലാഷിച്ച് എന്നൊരു ചെറുപ്പക്കാരൻ തന്റെ കയ്യിൽ നിന്ന് കോടാലി എടുത്ത് അവന്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടി. അവന്റെ തല ഉടലിൽ നിന്ന് വേർപെട്ടു. ഒപ്പം തന്നെ ആ പ്രേതരൂപത്തിന്റെ ഭയാനകമായൊരു നിലവിളി ഉയർന്നു കേട്ടു. അവന്റെ കഴുത്തിൽ നിന്ന് രക്തം ചീറിത്തെറിക്കാൻ തുടങ്ങി. ഇത് കണ്ട് കുറെ പേർ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ മറ്റു ചിലർ അവന്റെ ശവപ്പെട്ടി മണ്ണിട്ട് മൂടി. അവസാനത്തെ പടിയായി അതിന്റെ മുകളിൽ വലിയൊരു കുരിശു രൂപവും സ്ഥാപിച്ചു. ഇതിനെപ്പറ്റി 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാർണിയോളൻ പ്രകൃതി ചരിത്രകാരനായ ജോഹാൻ വിഹാർഡ് വോൺ വാൾവസറിന്റെ അഭിപ്രായത്തിൽ ഇസ്രയേൽ ഉപദ്വീപിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സ്ട്രഗണ്ട് എന്നറിയപ്പെടുന്ന ഒരുതരം വാമ്പേറുകളിൽ വിശ്വസിച്ചിരുന്നു. ഇവർ ജീവിച്ചിരിക്കുമ്പോൾ കുട്ടികളുടെ രക്തം കുടിക്കുന്ന ക്രൂരരായ മന്ത്രവാദികളായിരിക്കുമെന്നും മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മരിക്കാത്ത രക്തരക്ഷസുകളായി മാറുമെന്നും ആ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഈ രക്തരക്ഷസുകൾ രാത്രിയാകുമ്പോൾ വീടുകളിൽ വന്ന് മുട്ടി വിളിക്കുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ വീട്ടിലൊരു മരണം സംഭവിക്കുമെന്നും പറയപ്പെടുന്നു. വാൾവസറിന്റെ ഈ വിവരണം ജുറോയുടെ കഥയെ യാഥാർത്ഥ്യമെന്ന് സമർത്ഥിക്കാനുള്ള തെളിവുകളാണ്. ക്രൊയേഷ്യൻ വാമ്പയറായ ജുറോയുടെ ഇതിഹാസം തലമുറകളായി മരിക്കാതെ തന്നെ നിലനിൽക്കുന്നു. 2006 ട്രിങ്കയിലെ ജനങ്ങൾ ജുറോയുടെ ഇതിഹാസത്തെ പുനരുജ്ജീവിക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇന്നും ജുറോ ഗ്രാൻഡോയെ ഫൈത്തിന്റെ ഉറവിടമായി ട്രിങ്കയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു.